ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂൺ പിക് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻസ് വേണം. ഒന്നാമത്തേത് ടൂൺമി, രണ്ടാമത്തേത് ഇൻഷോട്ട് ഓർ പിക്സാർട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനെ ശരിക്കും കാരിക്കേച്ചർ മേക്കിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൂൺമി ആപ്പ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുമ്പം പ്രോ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കും. അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റീസെൻറ്റിൽ ടോപ്പിൽ ആ ഒരു ബേബീൻ്റെ ഫോട്ടോ കാണും കേട്ടോ. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പ്രോസസ്സിങ് 1, 2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം മേലെ ഒരു സേവിൻ്റെ ഐക്കൺ ഉണ്ടാവും. ആ ഒരു ഐക്കൺ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം താഴെയൊരു ആരോ മാർക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് ആഡ്സും കാര്യങ്ങളും വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ എല്ലാ ഫോട്ടോസും ടൂൺമി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഫോട്ടോ എടുക്കുക, അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പുതിയൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് എടുക്കുക കേട്ടോ. അതിനുശേഷം അതിൽ നമുക്ക് റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 2:3 റേഷ്യോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊരു ഫോട്ടോൻ്റെ ഒരു സംഭവം കണ്ടില്ല മുകളിൽ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ടൗട്ടിൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. ആ ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ അതിൽ സെലക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. ആ ഒരു എറൈസിൻ്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീസ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അത് നമുക്ക് എറൈസ് ചെയ്യണമെങ്കിൽ എറൈസ് ചെയ്യാനും പറ്റും. അതിനുശേഷം അതൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ആ ഒരു ടിക്കിൻ്റെ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പേജിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ലാർജ് ആക്കുക, സ്മോൾ ആക്കുക എല്ലാം ചെയ്യുക. എന്ത് ചെയ്യുക, നമുക്കൊന്ന് മിനിമൈസ് ചെയ്തൊന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ എല്ലാവരുടെ ഫോട്ടോസും നമുക്കതുപോലെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് സ്റ്റിക്കറായിട്ട് അവിടെ സേവ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് എല്ലാം എടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കട്ടൗട്ടിൽ പോയിട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, അത് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മളിഷ്ടം പോലെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് എല്ലാവരുടെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. ഒരാൾ ഇരുന്നിട്ടുള്ളതും നിന്നിട്ടുള്ളതൊക്കെ ഫോട്ടോസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാൻ എല്ലാ ഫോട്ടോസും ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സെക്കൻഡ് റോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സേഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലപോലെ ജാഗ്രത പാലിക്കുക. കൺട്രോൾ റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്താ പറയുക, എല്ലാവരും വയനാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുക. അപ്പം അങ്ങനെ ഇതാ ഞാൻ ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ട് കൊണ്ടുവരാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ റോളാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പം അതും ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ സംഭവമൊക്കെ അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെക്സ്റ്റ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഓൾറെഡി അയച്ചു തന്ന ഫോണ്ട് സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അതിൽ തന്നെ ടെക്സ്റ്റിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ പേര് ഗലി സിംസ് എന്നാണ്. അപ്പോൾ അതവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.